ഇയാൾ തന്നെ ഈ അവസരത്തെ മുഴുവൻ തട്ടിത്തെറിപ്പിക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്ന പരിപാടികളിലേക്ക് പോയി. കാരണം അതിജീവിതയായ പെൺകുട്ടിയെ വെല്ലുവിളിക്കുകയും അങ്ങനൊന്നും പരാതിയില്ലെന്ന് പറയുകയും അവരെ വലിയ മോശക്കാരായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്തൊരവസ്ഥ വരികയും കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആണെന്ന് വരുത്തി അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുകയൊക്കെ ചെയ്ത് വലിയ അഹങ്കാരത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, നിയമസഭയിൽ തന്നെ പാർട്ടിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് നിയമസഭയിൽ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉണ്ടായ ഒരു വലിയ തിരിച്ചടിയാണിത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മൂക്കാതെ വഴുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു രൂപീകരണം ആണ്. പാർട്ടിക്കകത്ത് വന്നു, പാർട്ടി ഇത്രയും വലിയ അംഗീകാരം കൊടുത്തു, ഇത്രയും വലിയ പദവികൾ കൊടുത്തു, അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇതേപോലുള്ള ആഭാസകരമായ തരത്തിലേക്ക് പോയത്. നമ്മുടെ സമൂഹം ഒരു പൊതുപ്രവർത്തകനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പണികളിലേക്കാണ് ഇയാൾ പോയത്. അതായത് തുടരെ ഒരു പെൺവേട്ടക്കാരനായിട്ട് തന്നെ മാറി ചെറുപ്പക്കാരികളായ സ്ത്രീകളെയും മറ്റുള്ള പ്രായമുള്ളവരെയും ഒക്കെ തന്നെ തൻ്റെ അധികാരവും പദവിയും ഉപയോഗിച്ച് ഇത്തരത്തിൽ വേട്ടയാടി പിടിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ഇതിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നിലവിൽ 2 ബലാത്സംഗ കേസുകൾ വന്നു കഴിഞ്ഞു. ഏറ്റവും അവസാനം വന്നതാണ് യഥാർത്ഥത്തിലുള്ള പക്ക ബലാത്സംഗ കേസാണത്. റേപ്പ് എന്ന് പറയുന്ന ഒരു പരിധിയിൽ വരുന്ന ഒരു പരാതിയാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ ഈ അധികാരം കിട്ടിയ ഈ 1 വർഷം കൊണ്ട് തന്നെ തൻ്റെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കി. ഇതിനകത്ത് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം? CPM-നെയോ അല്ലെങ്കിൽ BJP-യോ ഒന്നുമല്ല കുറ്റം പറയേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ അയാളെ എതിർക്കുന്നവരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. സ്വയം വരുത്തി വീഴ്ച, സ്വയം കുഴി കുഴിച്ച് അതിനകത്തേക്ക് പോയി ചാടിയതാണ്. അതിനകത്ത് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.